ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മുള്ളൂർക്കര കോട്ടക്കുളം സംരക്ഷിക്കണമെന്നും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇല്ലാതാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് എം.എച്ച്. അബ്ദുൽ സലാം രംഗത്ത്. മുള്ളൂർക്കര ടൗണിന് സമീപം കോടികൾ ചെലവഴിച്ച് നവീകരിച്ച കോട്ടക്കുളം കാട്ടുപൊന്തകൾ നിറഞ്ഞ് നശിക്കുന്നു. കുളം കൃത്യമായി സംരക്ഷിക്കാത്തതുമൂലം പ്രദേശം നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ എം.എച്ച്. അബ്ദുൽ സലാം കുറ്റപ്പെടുത്തി. ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും നിരവധി ആളുകൾ കുളിക്കാനായി ആശ്രയിച്ചിരുന്ന കുളമാണിത്. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാനായി ഒരുക്കിയ സൗകര്യങ്ങൾ പോലും ഇപ്പോൾ പൂർണ്ണമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞ 6 മാസമായി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുളിക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മുതിർന്ന പൌരന്മാർക്കായി സ്ഥാപിച്ച ഇരിപ്പിടങ്ങൾ വൃത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാട്ടുപൊന്തകൾ വെട്ടിമാറ്റി ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എം.എച്ച്. അബ്ദുൽ സലാം വ്യക്തമാക്കി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകളും ഉപയോഗിച്ചു വരുന്ന ഒരു കുളമാണ് മുള്ളൂർക്കര കോട്ടക്കുളം. ഈ കുളത്തിന് കഴിഞ്ഞ ഭരണസമിതിയും അതിൻ്റെ മുമ്പത്തെ ഭരണസമിതിയും ഒരുപാട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപയുടെ പൈസ ചെലവാക്കിക്കൊണ്ടാണ് ഈ കുളം നീന്തൽ പരിശീലനത്തിനും അതോടൊപ്പം തന്നെ കുളിക്കാനും കുട്ടികൾക്ക് ഉല്ലസിക്കാനുമുള്ള കേന്ദ്രമാക്കി. കഴിഞ്ഞ ഭരണസമിതി അവർക്ക് വയസ്സായ ആളുകൾക്ക് ഇവിടെ ഫിറ്റ്നസ് സെൻറ്റർ എന്നൊരു ഫിറ്റ്നസ് സെൻറ്റർ സ്ഥാപിച്ചു. ഇപ്പോൾ ഒരു മാസമായി ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയണു, ആളുകൾക്ക് ഭയങ്കര പ്രയാസമുണ്ട്, അതൊന്ന് വെടുപ്പാക്കി വൃത്തിയാക്കി മനോഹരമായി നമുക്ക് എടുക്കണമെന്ന്. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിന് യാതൊരു സമയമില്ല. ഇതിന് ഒരു 10,000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഈ പാർക്ക് ഇതിൻ്റെ പ്രദേശം നമുക്ക് മനോഹരമാക്കി മാറ്റാം. പക്ഷേ അവർക്ക് അതിന് പോലും ചിലവാക്കാൻ കഴിയില്ല. എന്നിട്ട് ഇതിനൊക്കെ തന്നെ പ്രതികരിച്ചാൽ കഴിഞ്ഞ ഭരണസമിതിക്കാരെ അത് ചെയ്തില്ല, അതിൻ്റെ മുമ്പത്തെ ഭരണസമിതിക്കാർ ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുക. എന്നിട്ട് ഭരണസമിതിയിൽ ഉള്ള പ്രതിപക്ഷമായ ആളുകൾ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ മോശമായ ഭാഷയിലാണ്, ഞങ്ങളങ്ങനെ മോശമായില്ലൊന്നും ഭാഷ രീതിയിൽ പറയുന്നില്ല, ഒരു അധികാരം നഷ്ടപ്പെട്ട വിഷമമില്ല. ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒരു UDF ഭരിച്ചൊരു ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച് പിടിച്ചടക്കിയ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അധികാരത്തിനൊന്നും ഞങ്ങൾക്ക് മോഹമില്ല. പക്ഷെ പ്രതികരിക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ വികസന കാര്യങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഇത് 3 മാസം 3.5 മാസം 4 മാസമായിട്ട് ഇവരോട് ഈ കുളം ഒന്ന് സംരക്ഷിക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാൻ നേരമില്ല. ഹൈസ്കൂൾ ഭാഗത്ത് വെട്ടിയിട്ടില്ല, ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, റൈറ്റ് വിഷൻ കഴിഞ്ഞ ദിവസം വന്ന് ന്യൂസ് എടുത്തു. ആ ന്യൂസ് എല്ലായിടത്തും വ്യാപിച്ചു. വളരെ കഷ്ടതയാണ് വരുന്ന ആളുകൾ ഒന്ന് ശരിയാക്കുന്നത്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് തുടക്കത്തിൽ ഇതിൻ്റെ ആരംഭം കുറിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അവരുടെ ആളുകളുടെ ഒരു ഉള്ളിൽ നമ്മൾ വന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു പ്രതീക്ഷ അവർക്കില്ല. ഭരണസമിതി നമ്മളായിട്ട് ഒരുമിച്ച് ചേർന്ന ആളുകളാണ്, അവരുടെ ഭാഗത്തും സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞു. അവർക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ വെറുതെ ഓരോ റീൽസ് ഉണ്ടാക്കുക, ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസഹിഷ്ണുതയാണ്, ഞങ്ങൾ കഴുതക്കാമ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല. അത്തരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ അവരോട് പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ ന്യായമായി ജനങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഉദ്ദേശമാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് CC. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919.